എക്സാമിങ് ആവാറായി, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? അപ്പൊ മാത്സിൽ ഫുൾ A+ നേടുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ എക്സാമിനർ ഉണ്ട്. അപ്പൊ മാത്സിൽ ഫുൾ A+ നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് മിസ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നോക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് മൾട്ടി ടാസ്കിങ് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് വേറെ ഒരു ആക്ടിവിറ്റീസും പഠിത്തത്തിന്റെ കൂടെ ചെയ്യാൻ വേണ്ടി പാടില്ല. കുറച്ച് പേരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് എഴുതുന്ന കാണാം. അതേപോലെ തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് പോയി നോക്കി അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നിരുന്ന് പഠിക്കുന്ന കാണാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ആണ് അവിടെ പോകുന്നത്. കോൺസെൻട്രേഷൻ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതും അതേപോലെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി വീണ്ടും വന്നിരുന്ന് പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ പഠിത്തത്തിന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. രണ്ടാമതായിട്ട് ബൈ ഹാർട്ട് സ്റ്റഡി ഒരിക്കലും ചെയ്യരുത്. മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ ബൈ ഹാർട്ട് സ്റ്റഡി നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക, എഴുതി തന്നെ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ബുക്കും പെന്നും എടുത്ത് വെക്കുക, എന്നിട്ട് മാത്സ് പ്രോബ്ലംസ് എഴുതി തന്നെ പഠിക്കണം. നെക്സ്റ്റ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ പഠിത്തത്തിന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, വാട്സപ്പ് ആണോ, ഇൻസ്റ്റഗ്രാം ആണോ, സോഷ്യൽ മീഡിയ ആണോ, എന്ത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ആ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കുക. കാരണം നമുക്ക് എക്സാം ആണ് ഇമ്പോർട്ടൻറ്റ്. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് സ്ലീപ്പ് ഷെഡ്യൂൾ. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങണം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ബ്രെയിനിൽ അടുക്കി വെക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണത്, പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. അപ്പൊ കുറെ പഠിക്കാനുണ്ടല്ലോ, ഉറങ്ങാനും പറ്റുന്നില്ല, ഫുള്ള് ടെൻഷൻ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളും കൂടെ മറന്നുപോകും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉറങ്ങണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് സെൽഫ് സ്റ്റഡി പ്ലാൻ. അപ്പൊ നമുക്കിനി എക്സാമിന് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ വെക്കുക, എന്നിട്ട് പഠിക്കാം. ഇപ്പൊ ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഓക്കെ, ഞാൻ ഇന്ന് മാത്സിൽ 2 ചാപ്റ്റർ പഠിക്കും. അരിത്മെറ്റിക് സീക്വൻസ് സർക്കിൾസും പഠിക്കുന്നു വിചാരിക്കുകയാണെങ്കിൽ ആ 2 ചാപ്റ്റേഴ്സും പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കറിയാം അരിത്മെറ്റിക് സീക്വൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ സീക്വൻസ് തന്നിട്ട് 2 നമ്പേഴ്സും 2 ടേംസും കൂടെ എഴുതാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അതുപോലെ തന്നെ സമ്മ് കാണാൻ വേണ്ടി പറയും, ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ വേണ്ടി പറയും, കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി പറയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് വരാനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസിലാണെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ തരും, എന്നിട്ട് അപ്പർ ആർക്കിലുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ലോവർ ആർക്കിലെ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ വരുന്നത് സർക്കിൾസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ് കൺസ്ട്രക്ഷൻസ്. നമുക്ക് കൺസ്ട്രക്ഷൻസിൽ 5 മാർക്സ് വരെ, ഒരു ക്വസ്റ്റിന് 5 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കൺസ്ട്രക്ഷൻസ് അല്ലേ അത് ലാസ്റ്റ് ചെയ്യുക. ആദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവണമെന്നില്ല. കാരണം കൺസ്ട്രക്ഷൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വരച്ച് കഴിയുമ്പോൾ 5 മാർക്കാണ് മാക്സിമം കൺസ്ട്രക്ഷന് കിട്ടുന്നത്. അപ്പം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരച്ച് തന്നെ പഠിക്കാം. നെക്സ്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബൈ ഹാർട്ട് ആയിട്ട് ഒരിക്കലും മാത്സ് പഠിക്കരുത്. ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വായിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എവിടെയാണ് ആ പ്രശ്നം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്നിട്ട് പോയിട്ട് ഒന്നും കൂടെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രാക്ടീസ് ആണ്. അപ്പൊ പ്രാക്ടീസ്. നമുക്ക് മാത്സ് എക്സാമിൽ നമ്മൾ വായിച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്, വെറുതെ ഒരു ദിവസം വേസ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും മാത്സ് വായിച്ച് പഠിക്കരുത്. അപ്പൊ നിങ്ങൾ മാത്സ് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കാണുമ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനത്തെ സ്റ്റെപ്പാണ്, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ സ്റ്റെപ്പാണ്, നമുക്ക് മനസ്സിൽ ഓർമ്മ വരും. പക്ഷേ നമ്മൾ എക്സാം പേപ്പറിൽ പോയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല, ഫുൾ പുക മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അന്ന് എഴുതി പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ റിഗ്രറ്റ് വേണ്ട, കാരണം നമ്മൾ വായിച്ച് പഠിക്കില്ല, നമ്മൾ എഴുതി തന്നെ പഠിക്കുള്ളൂ മാത്സ്. അപ്പൊ നമുക്ക് ബയോളജി, ഇംഗ്ലീഷ്, സോഷ്യൽ പോലുള്ള സബ്ജക്റ്റുകളൊക്കെ വായിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാരണവശാലും മാത്സ് നിങ്ങൾ വായിച്ച് പഠിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല, വെറുതെ ടൈം വേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ മാത്സ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, ഒരു പേപ്പറും പെന്നും എടുക്കുക, ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്കുക, എഴുതി തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് റിവൈസ്. അപ്പൊ നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, പഠിച്ച കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. അപ്പൊ മറന്നുപോയ കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു വീക്കിൽ കംപ്ലീറ്റ് പഠിച്ചു. ഇപ്പൊ മൺഡേ ആണെങ്കിൽ മാത്സിൽ 2 ചാപ്റ്റേഴ്സും അരിത്മെറ്റിക് സീക്വൻസും സർക്കിൾസും പഠിച്ചു. അതേപോലെ
ട്യൂസ്ഡേ ആണെങ്കിൽ നിങ്ങൾ മാത്സിൽ നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസും അതേപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും പഠിച്ചു. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡേയ്സും നിങ്ങൾ മാത്സിൽ 2 ചാപ്റ്റേഴ്സ് വീതം പഠിക്കുകയാണെങ്കിൽ, മാത്സിൽ ചാപ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ ആ സൺഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ റിവൈസ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ആ വീക്കിൽ പഠിച്ചിട്ടുള്ളത്, ആ ചാപ്റ്റേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സൺഡേ ചെയ്ത് തീർക്കാവുന്ന രീതിയിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2020 മോഡൽ എക്സാം പേപ്പർ, അതേപോലെ തന്നെ മെയിൻ എക്സാം പേപ്പർ, 2021 മോഡൽ എക്സാം പേപ്പർ, 2021 മെയിൻ എക്സാം പേപ്പർ, ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലും, അതായത് കറണ്ട് ഇയർ നമ്മൾ 2022ലും നമുക്ക് സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അറിയുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ എക്സാമിന് ഫുൾ മാർക്സും സ്കോർ ചെയ്യാം. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് നിങ്ങളെ ഫുൾ മാർക്സ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാനുള്ള കാര്യങ്ങൾ കൂട്ടി വെക്കാൻ പാടില്ല. കുന്നുപോലെ കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന്റെ തലേന്ന് വരെ ഫുൾ ടെൻഷൻ ആയിരിക്കും, ഒന്നും പഠിച്ചിട്ടില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, എക്സാമിന് പോയി കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഒരു കാരണവശാലും പഠിക്കാനുള്ള കാര്യങ്ങൾ കൂട്ടി വെക്കരുത്. പ്രോപ്പർ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. അതേപോലെ മാത്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വായിച്ചു പഠിക്കരുത്, പ്രോപ്പർ ആയിട്ട് എഴുതി തന്നെ പഠിക്കാം. അപ്പൊ നെക്സ്റ്റില് നമ്മുടെ മാർക്കിംഗ് സ്കീം അല്ലേ, നമുക്ക് 80 മാർക്കിലാണ് മാത്സ് ഉള്ളത്, അതിൽ 20 മാർക്സ് സി ആണ്, അപ്പൊ ടോട്ടല് 100 മാർക്സ്. അപ്പൊ 100ൽ നമുക്ക് 90 to 100നുള്ളിൽ കിട്ടിയാലേ ഫുൾ A+ നമുക്ക് മാത്സിൽ കിട്ടുള്ളൂ. അപ്പൊ ആ A+ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിതാ 1 മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എയിലേക്ക് പോകും. അപ്പൊ നമുക്ക് 1 മാർക്ക് പോലും വിട്ടുകൊടുക്കാനില്ല. നമ്മുടെ പൊസിഷൻ എപ്പോഴും എവിടെയാ വേണ്ടത്, 90ന്റെയും 100ന്റെയും ഇടയിലാണ് എപ്പോഴും നമ്മുടെ പൊസിഷൻ വേണ്ടത്. അപ്പം ആ ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ടിപ്സ് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് എത്താൻ വേണ്ടി പറ്റും. Exam Winner. Crack your exams with Exam Winner and be a true winner.